അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കക്കുപ്പടിയുടെ ഒരു സംസാരത്തിൽ മുട്ട കട്ട പോലെയാണ് മുജാഹിദുകൾ എന്ന് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പറവക കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടുവെക്കാലോ. എത്രത്തോളം ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞിട്ട് ഇവർ കൊടുത്തൊരാളുണ്ട്, നമ്മളെ ഇവർ കൊണ്ടുപോയ ആളാ. സമസ്തയിൽ നിന്ന് കൊണ്ടുപോയ ചുഴലി അബ്ദുള്ള മൗലവി എന്ന പ്രയോഗം അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. നമുക്ക് അവസാനം ആവശ്യമുണ്ട്. നമ്മളങ്ങൾക്കെതിരെ കുറെ പ്രസംഗിച്ചിടുന്ന ആളാ. ഇപ്പൊ അദ്ദേഹം പറയണേ മുജാഹിദിന്റെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ, മുട്ട കെട്ടതുപോലെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ആരോപിച്ചു എന്നൊന്നും പറയരുത്, നമ്മളൊന്നും പറയുന്ന ആൾക്കാരല്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറവും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂടാരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ടല്ലേ ഞങ്ങളെ കാര്യം. അതുകൊണ്ട് അമ്മാതിരി പുളൂസൊന്നും അടിക്കേണ്ട കക്കുപ്പടി. മുജാഹിദ് പണ്ഡിതനായ ചുഴലി അബ്ദുള്ള മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ശരിക്കും ബോധ്യമായപ്പോ അദ്ദേഹം പറയാണ്, ഈ സമസ്തക്കാരെന്നൊക്കെ പറഞ്ഞാല് അത് മാങ്ങ പോലെയാണ്, കേടുന്ന ഒരു സൈഡ് ചെത്തിക്കളഞ്ഞാൽ മതി. നമ്മൾ കേടുന്നവർക്ക് ചെത്തിക്കളയാറുണ്ട്, കേടുന്ന ചെത്തിക്കളഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അത് നമ്മൾ അപ്പം ചെത്തും. അതിന് പിന്നാരും കൂടെ നിൽക്കണ്ട. സമസ്തക്കാരും ചെത്തേണ്ടത് എവിടെയാണ്? അവിടെ ചെത്തിയാൽ ആ ചെത്തിയത് പുറത്തന്നെയാണ്. ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. തമ്മിലടി രൂക്ഷാണ്. APK ആന ചേന എന്ന് പറഞ്ഞ പന്നിപ്പേറുകളെ 1,000 ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. APക്കാർക്കുള്ളിൽ പ്രശ്നമില്ലേ? APക്കാരിൽ നിന്ന് പല ആളുകളും പുറത്തേക്ക് പോയില്ലേ? ഇനി വലിയ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ ടീമിന്റെ ഉള്ളിലും പ്രശ്നമില്ലേ? ഇല്ലേ മുസ്ലിയാരെ? ഇപ്പോൾ നിങ്ങൾ ഒന്നിക്കുന്നു എന്ന് പറയും. അന്ന് നിങ്ങൾ കേടുവന്ന് ചെത്തിക്കളഞ്ഞതിനാണല്ലോ നിങ്ങൾ ഇന്ന് ഒന്നാക്കുന്നത്. നന്നായിട്ടാണോ ഒന്നാക്കുന്നത്? നിങ്ങളും അവരും പറയുന്ന ആദർശം, സംഘടന വിട്, ആദർശപരമായി നിങ്ങൾ ഒന്നാണോ? ആണോ മുസ്ലിയാരെ? അല്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കെട്ടവാദം തന്നെയാണോ പിന്നെയും യോജിപ്പിക്കാൻ നിൽക്കുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന പല വാദങ്ങളും AP സമസ്തയിലെ പല മുസ്ലിയാക്കന്മാർക്കും ഇല്ല എന്നതുപോലെ തന്നെ AP സമസ്തക്കാരുടെ പല വാദങ്ങളും EK സമസ്തക്കാരെ പല മുസ്ലിയാക്കന്മാർക്കും ഇല്ല. തെളിവ് ചോദിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ കൂടാരത്തിൽ തന്നെ എത്ര കേടുവന്ന സാധനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തേ ചെത്തിക്കളയാത്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണല്ലോ. ഷജറയും അതുപോലെ തന്നെ പല പേരുകളിലുമായി പല ഗ്രൂപ്പുകളായി. അതുകൊണ്ട് അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട മുസ്ലിം. ചെത്തും, പക്ഷെ മുട്ട ചെത്താൻ പറ്റൂലല്ലോ. അത് കെട്ടത് തന്നെയാണ്. നമ്മൾ പറയല്ല. ചുഴലി അബ്ദുള്ള മൗലവി അക്കാര്യം പറയട്ടെ. മുട്ട കെട്ടമാതിരിയായിരിക്കും. മുട്ട നല്ല സാധനമാണ്. മുട്ട നല്ല ആരോഗ്യത്തിനുള്ള വെച്ച സാധനമാണ്. മുട്ട കെട്ടാലോ ഒരു വസ്തുവിന് കൊള്ളൂല. അതാണ് മുജാഹിദ്. കണ്ടോ, മുട്ട കെട്ട ഒന്നിനും പറ്റൂല. അതാണ് ഇപ്പത്തെ മുജാഹിദ്. പറയട്ടെ, മറ്റുള്ള പ്രസ്ഥാനങ്ങൾ മാങ്ങ പോലെയാ. മാങ്ങ ഒരു ഭാഗം പഴുത്ത ഭാഗം മുറിച്ചിട്ട് ബാക്കി തിന്നാം. അതെ, ബാക്കിയുണ്ട്. ഇന്ന ആ ചെത്തെണ്ണം മാറ്റി നിർത്തിയാൽ മതി. അതിങ്ങനെ അടുപ്പിക്കായിരുന്നു. അതെ, ചെത്തിക്കളഞ്ഞതിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നന്നായിട്ട് കഴിക്കാം. പക്ഷെ മുജാഹിദ് അങ്ങനെയല്ല, അടുപ്പിക്കാൻ പറ്റില്ല. മുട്ട കെട്ട പിന്നെ അങ്ങനെയാണല്ലോ, അടുപ്പിക്കാൻ പറ്റൂല. പറയട്ടെ, അത്രയും പറ്റൂല മുജാഹിദ് കെട്ടാൽ. ഇപ്പൊ എനിക്ക് പറയാൻ നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാരും അനുഭവിച്ചതാ. എല്ലാരും അനുഭവിച്ചു. മുജാഹിദിനെ കൊണ്ട് മൂപ്പര് പണ്ടേ അനുഭവിച്ചു എന്ന് പറയണ്ടേ. പറയട്ടെ, ഞാൻ അനുഭവിച്ചത് നേരത്തെ, എനിക്ക് ശേഷം എല്ലാവരും അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് സന്തോഷം പറയാ, അല്ലെങ്കിൽ പേടിയാ പറയാ. ആദ്യം മൂപ്പർ അനുഭവിച്ചു, അന്ന് പറയാൻ പേടിയായിരുന്നു. ഇപ്പൊ എല്ലാ മുജാഹിദിനും അനുഭവിച്ചു മുജാഹിദിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്തിനാണ് മുജാഹിദ് സുഹൃത്തുക്കളെ ഈ കെട്ട പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത്? കക്കുപ്പടി ആ പറയപ്പെടുന്ന ചുഴലി അബ്ദുള്ള മൗലവിയും ഇപ്പോഴും അതേ പ്രസ്ഥാനത്തിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം ഒരു ആലങ്കാരിക പ്രയോഗമായി പറഞ്ഞതാണ്. അതിനെ എടുത്തു വെച്ചുകൊണ്ട് കെട്ട പ്രസ്ഥാനമാണ് എന്നൊക്കെ താങ്കൾ വിലയിരുത്തുമ്പോൾ താങ്കളുടെ സംഘടന ഈ പറയുന്ന അവസ്ഥയിലാണെങ്കിൽ എന്തുമാത്രം കെട്ട് നാറിക്കിടക്കുകയാണ്. അത് പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്ന കാര്യമല്ലേ? അത് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് മാത്രം കെട്ട് നാറുകയാണല്ലോ സമസ്തക്കുള്ളിൽ നിന്ന് പുറത്തേക്ക്. സമസ്തയുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരിച്ചു പോന്നൂടെ ഈ ഹക്കായ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോന്നൂടെ? നോക്ക്, നിങ്ങൾ തിരിച്ചു പോന്നൂടാ. അതവിടെ കെട്ടുകിടക്കുകയാണ് എന്ന്. സാധാരണക്കാരിൽ കേടുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലതിനൊക്കെ കിട്ടും. പക്ഷെ മുസ്ലിയാക്കന്മാർ കെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അത് കെട്ടാ മുട്ട പോലെയാണ് എന്ന് നേരത്തെ ചുഴലി അബ്ദുള്ള മൗലവിനെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് പോയി എന്നല്ലേ? നിങ്ങളെ കൂടാരം നമ്മൾ കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്? എന്നതുപോലെ നിങ്ങളുടെ കൂടാരത്തിൽ തന്നെ ഉണ്ടായ, നിങ്ങളുടെ കൂടാരത്തിൽ നിങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാങ്ങയിൽ നിന്ന് ചെത്തിക്കളഞ്ഞതുപോലെ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ചെത്തിക്കളഞ്ഞ സാധനം അത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പരിപാടിയിലാണല്ലോ ഉള്ളത്. ആ രീതിയിലുള്ള മോങ്ങലും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഇടക്ക് കേൾക്കുന്നതൊക്കെ. പല ആളുകളും അതിനെ സ്വാഗതം ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും, നിങ്ങളടക്കം പല ആളുകളുടെയും സംസാരം ആ രൂപത്തിൽ തന്നെയാണ്. സുന്നി ഐക്യം പൂവണിയണം, എല്ലാവരും ഒരുമിക്കണം, എല്ലാവരും ഐക്യത്തോടെ കഴിയണം എന്നൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോഴും അവരൊന്നും ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്, അവരൊന്നും ഇങ്ങോട്ടേക്ക് അടുക്കരുത് എന്ന ചിന്ത തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടും അനുയായികളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എല്ലാവരും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി പോകണമെന്നൊക്കെ നിങ്ങൾ വീമ്പ് പറയുന്നുണ്ടല്ലോ.
ആ പറയപ്പെടുന്ന നിങ്ങൾ അന്ന് ചെത്തിക്കളഞ്ഞ ടീമിൽപ്പെട്ട ഒരു മുസ്ലിയാർ തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നത്, അതും നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് പോയ ടീം തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ചക്ക കെട്ടതും മുട്ട കെട്ടതും. നേരത്തെ മാങ്ങ കെട്ടതും മുട്ട കെട്ടതാണല്ലോ ചൊയ്ലി അബ്ദുള്ള മൗലവിയിൽ നിന്ന് കേട്ടത്. എന്നാ നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിൽ നിന്ന് കേട്ടാം. ചക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ചക്ക കേട് വന്നാൽ ആ ചക്കയിൽ നിന്ന് ആ കേട് വന്ന ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ചുളണ്ടല്ലോ അത് തിന്നാനൊക്കെ പറ്റും. ചക്ക വെട്ടാൽ അങ്ങനെയാ. അതേ സമയത്ത് മുട്ട കെട്ടാലോ, അത് കെട്ടാ പിന്നെ അടുത്തൊന്നും വെക്കാൻ പറ്റൂല, നാറിയിട്ട് അടുക്കാൻ പറ്റൂല. സാധാരണക്കാരന് എന്തെങ്കിലും കുറ്റവും തെറ്റുമൊക്കെ വന്നാൽ, സാധാരണക്കാരന് വല്ല പിഴവും പറ്റിയാൽ അത് ചക്ക കെട്ടതുപോലെയാണ്. കുറെയൊക്കെ എന്നാലും നല്ലത് ബാക്കിയുണ്ടാകും. അതേ സമയത്ത് മൊയ്ലിയന്മാര് ചീത്തയായാൽ, പണ്ഡിതന്മാര് വെടക്കായാൽ മുട്ട കെട്ട മാതിരിയാണ്, പിന്നെ അടുക്കാൻ പറ്റൂല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് വയല് പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. മൗലവിമാർ കെട്ടുകഴിഞ്ഞാൽ അടുക്കാൻ വേണ്ടി പറ്റൂല എന്ന്. പിന്നെ എങ്ങനെ ഞങ്ങൾ നിങ്ങളിലേക്ക് വരും? തിരിച്ചു വാ എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ ഞങ്ങൾ വരും? കെട്ട് നാറുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എങ്ങനെ വരും? ആ അവസ്ഥയിലാണല്ലോ ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് സമാധാനമായല്ലോ മുസ്ലിയാരെ, തൃപ്തിയായല്ലോ, സന്തോഷമായല്ലോ. പിന്നെ അസ്സലാമു അലൈക്കും.